നമസ്കാരം. ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. ശ്രീ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇന്നത്തെ തുടക്കം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സിന്ദാബാദ്. കോട്ടയത്തെ തന്റെ പ്രസംഗത്തിൽ പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുകയും അതിനെ തുടർന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങളും ജിഹാദി സമസ്തകളും മാപ്രകളും അടക്കം വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടും ആ പ്രസ്താവന പിൻവലിക്കണമെന്നുള്ള തിട്ടൂരം ഇറക്കിയിട്ടും അതിൽ നിന്നൊന്നും വ്യതിചലിക്കാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ഇന്ന് ശ്രദ്ധാകേന്ദ്രം. അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ. കേരളം ഭാവിയിൽ ചെന്ന് പെട്ടേക്കാവുന്ന വലിയ അപകടത്തിലേക്കാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വിരൽ ചൂണ്ടിയത്. അതിൽ എന്താണ് തെറ്റ്? സമസ്ത LDF ഗവൺമെന്റിന്റെ മുൻപിൽ വച്ച ബദൽ നിർദ്ദേശത്തിന് ഒരു ആജ്ഞാസ്വരമുണ്ട്. ക്രിസ്മസിന്റെയും ഓണത്തിന്റെയും അവധി ദിവസങ്ങളിൽ കുറവ് വരുത്തണമെന്ന് പറയാൻ സമസ്ത ജിഹാദികൾ ആരാണ്? CPM കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ കൂറകളും മാപ്രകളും ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ കുരച്ചതുകൊണ്ടോ ആക്രോശിച്ചതുകൊണ്ടോ ഓരിയിട്ടതുകൊണ്ടോ ഇവിടെ യാതൊരു അനക്കവും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ സ്ഥിരം പരിപാടി തുടർന്നുകൊള്ളൂ. പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും എന്ന നിലപാടാണ് ഞങ്ങൾക്ക്. ഇവർ ഒന്ന് ഓർത്തു വയ്ക്കുക, ഇന്ന് കേരളം ഇസ്ലാമിക ഭൂരിപക്ഷ സംസ്ഥാനമല്ല. 2040 ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണാൻ നിങ്ങൾക്ക് സാധിക്കാം. അത് പക്ഷേ യാഥാർത്ഥ്യമാവില്ല. ജയ് ഹിന്ദ്.